ആസ്പെക്ട് ഓഫ് സ്റ്റാഫിംഗ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 3 ആസ്പെക്റ്റുകളാണ് പ്രധാനമായിട്ടും സ്റ്റാഫിങ്ങിനുള്ളത്. 1 റിക്രൂട്ട്മെന്റ്, 2 സെലക്ഷൻ, 3 ട്രെയിനിങ്. ഇതിൽ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നാരോ ആയിട്ട്. ഇവിടെ എഡ്വിൻ ബി ഫിപ്പോന്റെ ഒരു ഡെഫിനിഷൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത് നമുക്കിത് വായിക്കാം. Recruitment is the process of searching for prospective employees and stimulating them to apply for jobs in the organization. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു ജോലിക്ക് ചേരാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് ആ ജോലിക്ക് അപ്ലൈ ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് the process of identification of correct individual for a job. റിക്രൂട്ട്മെന്റ് ആളുകളെ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യിക്കാനായിട്ട്. സോ ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റിന്റെ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. 1, ഏതൊക്കെ ലേബർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് കണ്ടെത്തുക. ഐഡന്റിഫൈയിങ് അതിന്റെ സോഴ്സസ് കണ്ടെത്തുന്നു. ഐഡന്റിഫൈയിങ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ലേബർ സപ്ലൈ. 2, ക്വാളിറ്റി, ആ റിസോഴ്സസിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുക. അസസിങ് ദ ക്വാളിറ്റി ഓഫ് ദീസ് റിസോഴ്സസ് അല്ലെങ്കിൽ സോഴ്സസ്. 3, ചൂസിങ് ബെസ്റ്റ് സോഴ്സസ് ഓഫ് ലേബർ സപ്ലൈ. 4, ഇൻവൈറ്റിംഗ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ ദി ജോബ്. സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനകത്ത് വരുന്ന ഒന്നാമത് നമുക്ക് ആവശ്യമുള്ള പലതരത്തിലുള്ള ഉറവിടങ്ങൾ കണ്ടെത്തുക. എവിടെ നിന്നൊക്കെ ജോലിക്ക് ആളുകളെ കണ്ടെത്താം. 2, അതിൽ നിന്ന് ക്വാളിറ്റി ഉള്ളത് മാത്രം തിരഞ്ഞെടുക്കുക. 3, അവിടേക്ക് പ്രോപ്പറായിട്ട് വേണ്ട ലേബർ സപ്ലൈ സോഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് 1, ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രം ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യിപ്പിക്കുക. അപ്പൊ നമ്മൾ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ എംപ്ലോയീസിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റും? എംപ്ലോയീസ് മേ ബി റിക്രൂട്ടഡ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ ഓർ ഓൾസോ ഫ്രം ദ ഔട്ട്സൈഡ്. ഉള്ളിൽ നിന്ന് നമുക്ക് പറ്റും, പുറത്തു നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ 2 സോഴ്സസ് ഉണ്ട്, ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. എന്താണ് ഇന്റേണൽ സോഴ്സസ്? ഒരു റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആണെങ്കിൽ അതിനെ നമ്മൾ ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നു. ഇന്റേണൽ സോഴ്സസിനകത്ത് ഇപ്പൊ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഇതൊക്കെ ഇന്റേണൽ സോഴ്സസിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നതാണ്. എന്താ ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രോത്ത് ഒരു എംപ്ലോയിക്ക് ഉണ്ടാകുന്നില്ല. ഒരു പോസ്റ്റിൽ നിന്ന് അതേ പോസ്റ്റിലേക്ക് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനെയാണ് ട്രാൻസ്ഫർ. ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. Transfer is concerned with the shifting of an employee from one job to another that have similar status and responsibility. അവിടെ റെസ്പോൺസിബിലിറ്റി ചേഞ്ച് ആവുന്നില്ല, സ്റ്റാറ്റസ് ചേഞ്ച് ആവുന്നില്ല, സ്കെയിൽ ഓഫ് പേ ചേഞ്ച് ആവുന്നില്ല, ഒന്നും ചേഞ്ച് ആവുന്നില്ല. പക്ഷെ ഷിഫ്റ്റ് ചെയ്യാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ സ്റ്റാറ്റസിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല, കോമ്പൻസേഷനും ചേഞ്ചസ് വരുന്നില്ല. ട്രാൻസ്ഫർ മെയിൻ ആയിട്ടും വേക്കൻസികൾ വരുമ്പോഴാണ് എംപ്ലോയീസിനെ ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് എ എന്ന് പറയുന്ന ഒരു ഓഫീസിൽ 10 പേര് മതി, അവിടെ 12 പേരുണ്ടെന്ന് വയ്ക്കുക. ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 9 പേരേ ഉള്ളൂ. അപ്പൊ ആ 12 പേരിൽ നിന്ന് ഒരാളെ ബി എന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത്തരത്തിലൊരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എംപ്ലോയീസിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊമോഷൻ, അടുത്ത പോയിന്റ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹയർ പോസ്റ്റിലോട്ട് എംപ്ലോയിനെ പോസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സീനിയോറിറ്റി വെച്ചിട്ടായിരിക്കാം, അവിടുത്തെ മെറിറ്റ് വെച്ചിട്ട്, എന്ത് വെച്ച് നോക്കിയിട്ടാണെങ്കിലും ആളുകളെ നമുക്ക്, എംപ്ലോയീസിനെ നമുക്ക് പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊമോഷൻ റിസൾട്ട് ചെയ്യപ്പെടുന്നത് അവരുടെ അതോറിറ്റി കൂടും, സ്റ്റാറ്റസ് കൂടും, സ്കെയിൽ ഓഫ് പേ കൂടും, കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രൊമോഷൻ അതാണ് വരുന്നത്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അവിടെ ഒന്നിനും ചേഞ്ച് വരുന്നില്ല, സ്റ്റാറ്റസ് ചേഞ്ച് ആവുന്നില്ല, അല്ലെങ്കിൽ
കോമ്പൻസേഷൻ ചേഞ്ച് ആവുന്നില്ല, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒന്നും ചേഞ്ച് ആവുന്നില്ല. പക്ഷെ പ്രൊമോഷനെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹയർ പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ അല്ല, ഹയർ പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. അവിടെ നമുക്ക് ബെറ്റർ സ്കെയിൽ ഓഫ് പേ കിട്ടും, കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാം, സ്റ്റാറ്റസ് കൂടാം അല്ലേ. എന്തൊക്കെയാണ് ഇങ്ങനെ ഇന്റേണലി തന്നെ സോഴ്സ് ചെയ്യുന്നതിന്റെ മെറിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടും, അവർക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കുറച്ച് പണച്ചെലവ് കുറവാണ്, കാരണം നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ നല്ല ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്യില്ലേ. പുറത്തു പോയി ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് വരണ്ടല്ലോ, ഫ്രഷ് ആയിട്ട്. ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു എംപ്ലോയ്മെന്റിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പ് കൊണ്ടുവരും. അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് കുറവായിരിക്കും. ഇന്റേണൽ സോഴ്സസിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? പുറത്തുനിന്ന് ആരെയും നമ്മൾ എടുക്കുന്നില്ല. സോ വിച്ച് മീൻസ് ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി ഫോർ എഫിഷ്യന്റ് ഔട്ട്സൈഡേഴ്സ്. അതേപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഹാമ്പേഴ്സ് സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. അതായത് അവിടെ ഭയങ്കര കോമ്പറ്റീഷൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കാനുള്ള ചോയ്സ് അവിടെ കുറയുകയാണ്. കുറച്ച് പേരിൽ നിന്നല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇന്റേണൽ സോഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ അത്ര ഇന്നോവേറ്റീവ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു രീതിയല്ല ഇന്റേണൽ സോഴ്സസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫേവറിറ്റിസവും നെപ്പോട്ടിസവും കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതോ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതോ അവിടെയുള്ള മാനേജേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയോ അവരുടെ പിൻതലമുറക്കാരെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ അവർക്ക് ഫേവർ ചെയ്ത് ഇവർ ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതയില്ലേ. സോ അത് ഡീമെറിറ്റ് ഓഫ് ഇന്റേണൽ സോഴ്സസ് ആണ്. ഇനി എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിനെ ഔട്ട്സൈഡ് ഓഫ് ദി ഓർഗനൈസേഷനിൽ നിന്നും എടുക്കുന്നതിനാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സോഴ്സസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ്സ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് വേക്കൻസി നോക്കി ഡയറക്റ്റ് ആയിട്ട് എടുക്കും, എക്സാംസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട്. അതായത് ചില സമയത്ത് ഫാക്ടറിയുടെ പുറത്തൊക്കെ ഇങ്ങനെ എഴുതി നോട്ടീസ് ബോർഡിലൊക്കെ എഴുതിയിട്ടിരിക്കും ആളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 2 പ്യൂൺമാരെ ആവശ്യമുണ്ട്, 3 അറ്റൻഡേഴ്സിനെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 5 ക്ലർക്കുമാരെ ആവശ്യമുണ്ട്. ഈ രീതിയിൽ പുറത്ത് ഡേറ്റ് ആൻഡ് ടൈമും എപ്പോഴാണ് നിങ്ങൾ ഇവിടെ എത്തേണ്ടതെന്നുള്ള ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ മെൻഷൻ ചെയ്ത് ഒരു നോട്ടീസ് കൊടുക്കും. അപ്പൊ ഇത്തരത്തിലെ ടെമ്പററി വേക്കൻസീസ് ആണ് കൂടുതലും, ലോവർ ലെവലിലെ ടെമ്പററി വേക്കൻസീസ് ആണ് കൂടുതലും ഇങ്ങനെ എടുക്കാറുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി. പിന്നെയാണ് കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ എംപ്ലോയീസും എപ്പോഴും നേരത്തെ അപ്ലൈ ചെയ്ത് കിട്ടാത്ത ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കും. അവരാണ് കാഷ്വൽ ആപ്ലിക്കൻസ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ഒരു റിക്രൂട്ട്മെന്റിന് ആവശ്യം വന്നാൽ ആ വേക്കൻസിയിലേക്ക് ഇവരെ കൂടുതൽ വിളിക്കാനുള്ള സാധ്യത, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സോഴ്സസിന്റെ ബേസിൽ പറയുന്നതാണ് കാഷ്വൽ കോളേഴ്സ്. പിന്നെ ഒരു പോയിന്റ് ആണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നിങ്ങൾ കാണാറുള്ളതല്ലേ, ന്യൂസ് പേപ്പേഴ്സിലും ജേർണൽസിലും. വളരെ കോമൺ ആയിട്ടൊരു മെത്തേഡാണ് ആൾക്കാരെ ജോലിക്ക് ക്ഷണിക്കാനുള്ള. അപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാണ്, ഓരോ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. സോ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് വഴി കൊടുക്കുമ്പോഴത്തേക്കും കുറേ റെസ്പോൺസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഇതിനോട് ചേരുന്ന സ്യൂട്ടബിൾ ആയിരിക്കണം എന്നുള്ളതില്ല. മോസ്റ്റ് ഓഫ് ദം ആർ അൺസ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടൗൺ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, അവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതായത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിടും. അവിടെ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലുമുള്ള ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്നും കൂടെ ആളുകളെ കൺസിഡർ ചെയ്യും. സോ ദാറ്റ് ഈസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് റൺ ബൈ ഗവൺമെന്റ് ആൻഡ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ജോബ് സീക്കേഴ്സിന് അവിടെ പോയി രജിസ്റ്റർ ചെയ്തിടാം, എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയും നമുക്ക് ഉണ്ട്. പിന്നെ പേഴ്സണൽ കൺസൾട്ടൻസ് ആണ്. പേഴ്സണൽ കൺസൾട്ടൻസ് വർക്ക് ചെയ്യുന്നത് റിക്രൂട്ട് ചെയ്യാനായിട്ട് ആൾക്കാരെ എംപ്ലോയേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയാണ് പേഴ്സണൽ കൺസൾട്ടൻസ് ചെയ്യുന്നത്.
അത് നമ്മളെപ്പോലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ അവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്തിടുന്നു. അവരെന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പറ്റിയ ജോലിക്ക് എടുക്കാനുള്ള എംപ്ലോയീസുമായിട്ട് നിങ്ങളുടെ റെസ്യൂംസ് അല്ലെങ്കിൽ CV പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ രീതിയിൽ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത് അവിടെ കാര്യങ്ങൾ ക്യാരി ഓൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കൺസൾട്ടൻസ് വളരെ ഹെൽപ്ഫുൾ ആണ് മിഡിൽ ലെവലിലുള്ള എക്സിക്യൂട്ടീവ്സിനൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് ടോട്ടൽ ഫംഗ്ഷനിങ് ക്യാരി ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരൊരു ചെറിയ ഫീസ് ഇതിനു വേണ്ടി ചാർജ് ചെയ്യപ്പെടും. ദേ ചാർജ് എ ഫീസ് ഫോർ ദിസ് പർപ്പസ്. നെക്സ്റ്റ് വൺ ആണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ്, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയി കഴിയുമ്പോൾ ചില ഇതിന്റെ ആഡിൽ കാണാം 100% പ്ലേസ്മെന്റ് എന്നൊക്കെ. അതായത് അവരുടെ ക്യാമ്പസിൽ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അവരതുവഴി കുട്ടികൾക്ക് പഠനം തീരുന്നതിന് മുൻപ് തന്നെ ഒരു ജോലിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സോ എംപ്ലോയീസ് മെയിൻറ്റെയിൻ എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ജോലിക്ക് എടുക്കണം എന്നുള്ള എംപ്ലോയേഴ്സ് ഒരു റിലേഷൻഷിപ്പ് വെക്കും. അവരവിടെ നിന്ന് ഒരു ചെറിയ ടെസ്റ്റ് ഒക്കെ നടത്തി അവിടെ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികളെ, ഫ്രഷേഴ്സിനെ സെലക്ട് ചെയ്യും. ഇത് വൺ ഓഫ് ദി പോപ്പുലർ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. പ്രൊഫഷണൽ രീതിയിലും മാനേജർ രീതിയിലും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ എംപ്ലോയീസിന് കറക്റ്റായിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നൊന്നാണ് നമുക്ക് റെഫറൻസിൽ കൂടെ ജോലിക്ക് കയറുക എന്ന് പറയുന്നത്, വിച്ച് മീൻസ് റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസന്റ് എംപ്ലോയീസ്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് പരിചയമുണ്ട്, അവരുടെ കൂടെ പണ്ട് പഠിച്ചിരുന്ന അല്ലെങ്കിൽ പഴയ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ നമ്മുടെ ഈ ഓഫീസിൽ ഇന്ന ജോലിക്ക് ആപ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ റെക്കമെൻഡ് ചെയ്യും വഴി അവർക്ക് എന്ത് ചെയ്യാം, ഗുഡ് മൊറയിലുള്ള കൂടുതൽ നല്ല എംപ്ലോയീസിനെ അവർക്ക് കിട്ടും. സോ അത് എംപ്ലോയേഴ്സിനും ഒരു ഗുഡ് ലക്കാണ്. അതായത് അവർക്ക് എളുപ്പം നല്ല ക്വാളിഫിക്കേഷനുള്ള ആളുകളെ കിട്ടുകയില്ലേ. പിന്നെയാണ് ലേബർ കോൺട്രാക്ടേഴ്സ് കൂടെ. അത് കൂടുതലും സ്കിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആവശ്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് ഇവിടെ നടക്കാറുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഒരു ഇന്റർമീഡിയേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കോൺട്രാക്ട്, ഇപ്പം റോഡ് പണിക്കൊക്കെ കോൺട്രാക്ടേഴ്സ് അല്ലേ എടുക്കാറുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലേബർ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ദേ ആർ റെഡി ടു സപ്ലൈ റിക്വയർഡ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ പേയ്മെന്റ് ഓഫ് കമ്മീഷൻ. ദെൻ നെക്സ്റ്റ് വൺ, അഡ്വർടൈസിംഗ് ഓൺ ടെലിവിഷൻ. ഇപ്പോൾ ഒരുപാട് ടെലികാസ്റ്റ് TV പ്രോഗ്രാംസ് ത്രൂവിലൊക്കെ ജോബ് ഓപ്പണിങ്സ് ഒക്കെ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്. സോ അതുവഴി ജോബ് ഓപ്പണിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് അനൗൺസ് ചെയ്യുകയും അതുവഴി പബ്ലിഷ് ചെയ്ത് ജോബ് ഓപ്പണിങ്സ് റിക്രൂട്ട്മെന്റ് നടക്കുകയും ചെയ്യാറുണ്ട്. സോ അതാണ് അഡ്വർടൈസിംഗ് ഓൺ ടെലിവിഷൻ ത്രൂ ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് വെബ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കുട്ടികളായതുകൊണ്ട് കേട്ടിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾ കേൾക്കാം. ഇൻഡീഡ്, ജോബ് സ്ട്രീറ്റ്, നൗകരി, അപ്ന എന്നൊക്കെ പറയുന്ന കുറേ ആപ്പുകളും വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ട്. ഇതുവഴി നമുക്ക് ഇങ്ങനെയുള്ള സർട്ടൺ വെബ്സൈറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയുടെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ജോലി തേടുന്നവർക്ക് അവിടെ വന്ന് നോക്കുമ്പോൾ അവർക്ക് പറ്റിയ ജോലി കണ്ടെത്താനും സാധിക്കും. സോ ഈ തരത്തിൽ വെബ് പബ്ലിഷിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ജോലി നേടാനായിട്ട്, റിക്രൂട്ട്മെന്റ് എന്നുള്ള പ്രോസസ്സ് നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ് ആണ്. എക്സ്റ്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് വഴി കിട്ടുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ടാലന്റഡ് പീപ്പിൾ, ഒരുപാട് പേരിൽ നിന്നും ഫ്രഷും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് വൈഡർ ചോയ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേരെ അവിടെ ഓപ്ഷൻസിൽ കിട്ടും. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ഭയങ്കരമായിട്ട് കൂടും. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്? എക്സ്പെൻസീവ് ആണ്. കാരണം ഒരുപാട് ഓപ്ഷൻസ് തന്നെ നമ്മളിപ്പോൾ കണ്ടല്ലോ, പല മെത്തേഡ്സ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതുവഴിയൊക്കെ പോകണമെങ്കിൽ ഒരു ആഡ് കൊടുക്കണമെങ്കിൽ തന്നെ ഒരു സ്പേസിന് ഭയങ്കര എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ദാറ്റ് മച്ച്. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരും. പുറത്തുനിന്നുള്ള എംപ്ലോയീസിനെ എടുക്കുന്നു എന്നുള്ളൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരും. അത് മാത്രമല്ല ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വലിയ പ്രൊസീജിയറും കൂടെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വിത്തിൻ ദ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് സോഴ്സ് ചെയ്യപ്പെടുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പുറത്തുനിന്ന് ഔട്ട്സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നാണ്.
അതേപോലെ തന്നെ ഇന്റേണൽ സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് പണം എക്കണോമിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എക്സ്റ്റേണൽ സോഴ്സസിൽ അതൊരു എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ്ങുമായിട്ടുള്ള പ്രോസസ്സാണ്. ഇന്റേണൽ സോഴ്സസിൽ എക്കണോമിക്കലും വളരെ കമ്പാരിറ്റീവ്ലി കുറച്ച് സമയം മതി. എക്സ്റ്റേണൽ സോഴ്സസിലാണെങ്കിൽ ഒരുപാട് ചോയ്സസ് നമുക്ക് അവൈലബിൾ ആണ്, വൈഡ് ചോയ്സസ് ആർ അവൈലബിൾ. ഇന്റേണൽ സോഴ്സസിൽ നമുക്ക് അത്രയും ചോയ്സസ് ഇല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ചോയ്സസ് മാത്രമേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇന്റേണൽ സോഴ്സസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് കുറച്ച് ഡിസപ്പോയിൻമെന്റ് വരും പുറത്തുനിന്ന് ആളുകളെ എടുക്കുമ്പോൾ. അതേപോലെ തന്നെ ഇന്റേണൽ സോഴ്സസിൽ ഫ്രഷ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. എക്സ്റ്റേണൽ സോഴ്സസിൽ കുറച്ചും കൂടെ ഫ്രഷും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കിട്ടും. സോ ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ ആസ്പെക്ട് ആയിട്ടുള്ള സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മുടെ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക എന്ന് പറയുന്നു. അതായത് ഏറ്റവും കൂടുതൽ യോജിക്കപ്പെടുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പം സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് തീരുമ്പോഴാണ്. റിക്രൂട്ട് ചെയ്ത് ഇപ്പം നമ്മൾ 10-100 പേരെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചു, അതിൽ നിന്ന് നമുക്ക് വേണ്ട 50 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ റിക്രൂട്ട്മെന്റ് തീരുമ്പോഴാണ് സെലക്ഷൻ തുടങ്ങുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, കുറേ അധികം ആളുകളെ റിജക്ട് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. സോ എപ്പോഴും ഇറ്റ് ഡിവൈഡ്സ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ജോബ് ഇൻ ടു ആരൊക്കെയാണ് ഇതിൽ ഓഫർ ചെയ്യപ്പെടുന്നത്, ആർക്കൊക്കെ ഓഫർ ചെയ്യപ്പെടുന്നില്ല എന്ന രീതിയിൽ രണ്ടായിട്ടുള്ള ഒരു ഡിഫറൻസിയേഷനും സെലക്ഷൻ്റെ അവിടെ നടക്കുന്നുണ്ട്. അതാണല്ലോ ഇതൊരു നെഗറ്റീവ് പ്രോസസ് ആണെന്ന് പറയുന്നത്. സെലക്ഷനകത്ത് കുറെ അധികം സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിനെ പല രീതിയിൽ സ്ക്രീൻ ചെയ്ത് ഇന്നാണോ ഔട്ടാണോ എന്നൊക്കെ അവർ ആ രീതിയിലാണ് കണ്ടെത്തുന്നത്. സോ ബേസിക് പർപ്പസ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുക എന്നുള്ളതും പൊസിഷൻസിലോട്ട് എങ്ങനെയാണ് കറക്റ്റ് ആളുകളെ എത്തിക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ആണ്. പ്രിലിമിനറി ആയിട്ടുള്ള സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒക്കേഷനിൽ ആപ്ലിക്കൻസ് വന്നു കഴിഞ്ഞാൽ കമ്പനി ഒഫീഷ്യൽസുമായിട്ടൊരു കോണ്ടാക്ട് വെക്കും. അപ്പോൾ അവരുമായിട്ടൊരു ഇന്റർവ്യൂ പോലെ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ അവിടെ നടത്തും. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യും, ഇതുവഴി ഫിസിക്കലി മെന്റലി ആ വന്നിരിക്കുന്ന എംപ്ലോയി ഫിറ്റ് ആണോ ജോലിക്ക് എന്നുള്ളത് നോക്കും. ഒരു ഫസ്റ്റ് സൈറ്റിൽ നോക്കുകയാണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൻഡിഡേറ്റ്സ് മിനിമം ക്വാളിഫിക്കേഷൻ എങ്കിലും നമ്മുടെ ജോലിക്കായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ. അവരെ നേരിട്ട് കാണുന്നതല്ലോ. അപ്പോൾ അവർ ഫിറ്റ് ആണോ, അവർക്ക് ബോഡി ഫിസിക്കലി അവർ ഫിറ്റ് ആണോ, മെന്റലി അവർ ഓക്കെ ആണോ എന്നുള്ളത് നോക്കുന്നു. രണ്ടാമത് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമാണ്. ആപ്ലിക്കേഷൻ ഫോമിൽ കൃത്യമായിട്ട് കാൻഡിഡേറ്റ്സ് പ്രിലിമിനറി ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത ആളുകളെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കും. അവരുടെ ബയോഡേറ്റ, അതേപോലെ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അവരുടെ പ്രീവിയസിലുള്ള വർക്ക് എക്സ്പീരിയൻസ്, അവരുടെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവരുടെ സാലറി, അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം ത്രൂ അവർ ഫില്ല് ചെയ്യിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പം പ്രിലിമിനറി ഇന്റർവ്യൂവിന്റെ സ്ക്രീനിങ് നടന്ന് അതിൽ ഇന്നായ ആളുകളെയാണ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് എംപ്ലോയേഴ്സ്. തേർഡ് സെക്ഷൻ ആണ് സെലക്ഷൻ ടെസ്റ്റ്. അതായത് കാൻഡിഡേറ്റ്സ് പാസ് ചെയ്ത് പ്രിലിമിനറി ഇന്റർവ്യൂ പാസ് ചെയ്ത ആളുകളെ സെലക്ഷൻ ടെസ്റ്റിന് കൊണ്ടുവന്ന് അപ്പിയർ ചെയ്യിക്കുകയാണ്. അപ്പോൾ പല രീതിയിൽ ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ എബിലിറ്റീസും അവരുടെ സ്കിൽസും ഒക്കെ മെഷർ ചെയ്യാനാണ്, അവരുടെ ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ ടെസ്റ്റ് നോക്കുന്നത്. ടെസ്റ്റസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 രീതിയിലാണ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം, അവരുടെ സ്കിൽസ്, ഓൾറെഡി ആ കാൻഡിഡേറ്റ്സിനുള്ള സ്കിൽസ് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ റീസണിങ് ഒക്കെ നോക്കുന്ന ടെസ്റ്റാണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഫിഷ്യൻസി ടെസ്റ്റിനകത്ത് ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് വരും, അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കന്റിന്റെ നോളജ് എത്രത്തോളം ഉണ്ട് ഒരു പർട്ടിക്കുലർ കാര്യത്തിന്, അതിന്റെ നോളജ്. ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ അയാളുടെ ഡ്രൈവിംഗ് സ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കും. അതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്കിൽ ഓർ ഡെക്സ്ട്രിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എഫിഷ്യൻസി നോക്കുന്നതാണ്. അതായത് ഇപ്പം ഡ്രൈവിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫിംഗേഴ്സ്
ഇറ്റ് മെഷർ ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. ബേസിക്കലി സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നതാണ്. അവരുടെ ഹാൻഡ്സ്, അവരുടെ ഫിംഗേഴ്സ്, അവരുടെ ഐസ്, ഇങ്ങനെയുള്ള ഇപ്പം ടൈപ്പിസ്റ്റിനൊക്കെ കൂടുതലും സ്കിൽ ടെസ്റ്റ് ആണ് ചെയ്യാറുള്ളത്, അവരുടെ ടൈപ്പിംഗ് സ്പീഡൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ ഡ്രൈവറിനൊക്കെ ആണെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രൊഫഷ്യൻസി ടെസ്റ്റിന്റെ ഇവിടെ പറഞ്ഞത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പ്രൊഫഷ്യൻസി ടെസ്റ്റിനകത്ത് വരുന്ന 2 ടെസ്റ്റാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റും സ്കിൽ ടെസ്റ്റും പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഇതൊക്കെ നോക്കുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ഇന്റലിജന്റ് ടെസ്റ്റ് ആണ്. അവരുടെ ന്യൂ സ്കിൽസ്, അവരുടെ എത്രത്തോളം, അവരുടെ റീസണിങ് കോംപ്രിഹെൻഷൻ എത്രത്തോളം ഉണ്ട്, റീസണിങ് എത്ര ഉണ്ട്, കോംപ്രിഹെൻഷൻ, റീഡിംഗ് കേപ്പബിലിറ്റി, അവരുടെ മെമ്മറി, അവരുടെ കപ്പാസിറ്റി റിലേറ്റഡ് ടു തിങ്സ്, ഇതൊക്കെയാണ് അവിടെ നോക്കുന്നത്. അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു ഇന്റലിജന്റ് ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇപ്പം സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ പേഴ്സണാലിറ്റി അറിയപ്പെടാൻ വേണ്ടി അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇമോഷണൽ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുവഴി അവർക്ക് ഉത്തരങ്ങൾ കിട്ടും. സോ ദാറ്റ് ഈസ് ഇന്റലിജന്റ് ടെസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ബോത്ത് ആർ അണ്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പിന്നെ ഒരു പ്രോസസ്സാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഇത്രയും ആക്ടിവിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ വരികയാണ് എംപ്ലോയറുമായിട്ട്. അദ്ദേഹം എംപ്ലോയിയുടെ മോട്ടിവേഷൻ എത്രത്തോളം ഉണ്ട്, പേഴ്സണാലിറ്റി എത്രത്തോളം ഉണ്ട്, ആ വ്യക്തി സ്മാർട്ട് ആണോ, ഇന്റലിജന്റ് ആണോ. നിങ്ങൾ ടിവിയിലൊക്കെ കാണാറുള്ള ജോബ് ഇന്റർവ്യൂസ് ഇല്ലേ, അതാണ് ഈ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രസന്റ് ടൈംസിലെ ഇന്റർവ്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആയിട്ട് മാറിയിട്ടുണ്ട്. 5th വൺ ആണ് ചെക്കിംഗ് റെഫറൻസ് എന്നുള്ളത്. റെഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടൻഷ്യലി ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് റെഫറൻസ് എന്ന് പറയുന്നത്. ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് നമുക്ക് വേറൊരാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്കൂളിലാണെങ്കിൽ ഞാൻ എന്റെ റെഫറൻസ് ആയിട്ട് എന്റെ അവിടുത്തെ HMന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ HMനെ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഈ വ്യക്തി എങ്ങനെയായിരുന്നു ആ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ വി വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് എംപ്ലോയി, അല്ലേ? സോ അതാണ് ചെക്കിംഗ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെയധികം എംപ്ലോയറിനെ സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പൊ കാൻഡിഡേറ്റ്സ് എപ്പോഴും 2ഓ 3ഓ ഇതുപോലെയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ മെൻഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കും, അവരുടെ ഡീറ്റെയിൽസും കൊടുത്തിരിക്കും. 6th വണ്ണാണ് സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ഫൈനൽ ഡിസിഷൻ ആണ് സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് ശേഷം ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ പാസ്സായവരെ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുന്നു, അതാണ് സെലക്ഷൻ ഡിസിഷൻ. ആൻഡ് 7th വൺ എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇന്റേണലി മെഡിക്കൽ രീതിയിൽ ആ വ്യക്തി ഈ ജോബിന് ഫിറ്റ് ആണോ, അപ്പൊ അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ജോബ് കാൻഡിഡേറ്റ്സ് പ്രോപ്പറായിട്ട് ഓഫർ ചെയ്ത് അവര് മെഡിക്കൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിട്ട് ഓഫർ ചെയ്യപ്പെടുകയും ചെയ്യും. 8th വണ്ണാണ് ജോബ് ഓഫർ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ മെഡിക്കലും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കൻസിന് കറക്റ്റ് ആയിട്ടുള്ള ജോബ് ഓഫർ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു ഇമെയിൽ ത്രൂ ഡയറക്റ്റ് ലെറ്റർ ആയിട്ടോ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവർക്ക് എത്തിക്കും. ദെൻ 9th വണ്ണാണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ലാസ്റ്റ് നമ്മൾ ജോബ് എല്ലാം ക്ലിയർ ചെയ്തു, ജോബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എംപ്ലോയറുമായിട്ട് ഒരു എഗ്രിമെന്റ് അവിടെ ഫോം ചെയ്യപ്പെടും. അപ്പോൾ അറ്റസ്റ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കും എംപ്ലോയർക്ക്. ഞാൻ ഈ ജോലിയിൽ നിന്നോളാം, ഇത്ര നാളെ എനിക്ക് ഇത്രയും അല്ലെങ്കിൽ 2 വർഷം പ്രൊബേഷൻ ഉണ്ട്, ആ പ്രൊബേഷൻ ടൈമിൽ ഞാൻ നിന്നോളാം, ആ ടൈമിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കോമ്പൻസേഷൻ ഞാൻ റിട്ടേൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുറെ എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കി. അതാണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എംപ്ലോയറും എംപ്ലോയിയും തന്നെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ആണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അത് എംപ്ലോയി അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുകയും വേണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത്.